ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ വചന ശുശ്രൂഷ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലുള്ള ഓരോ വചന ശുശ്രൂഷയും നിങ്ങൾക്ക് വീണ്ടും അനുഗ്രഹത്തിനും നന്മയ്ക്കും നിങ്ങൾ ആത്മീകമായി വളരുവാൻ തക്കവണ്ണം പ്രയോജനമായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 31-32 വാക്യങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടേണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ വചനത്തിൽ 4 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. ഇതിൽ നമുക്ക് പ്രധാനമായി കടന്നു വരുന്ന ഭാഗം എന്നാൽ പ്രാർത്ഥനയിൽ പോരാടുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ പോരാടുക. നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 4 കാര്യങ്ങളായി തരംതിരിക്കാമെന്ന്. അതിൽ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നാം 4ാമത്തെ കാര്യമായ പ്രാർത്ഥനയിൽ പോരാടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ 3 സംഭവങ്ങളും നടക്കുവാൻ ഇടയാവുകയുള്ളൂ. നമുക്ക് വചനത്തിൽ ഒരിക്കൽ കൂടി പോകാം. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങളുടെ അടുക്കൽ വന്നു. നമ്മുടെ അടുത്തേക്ക് വരുന്ന ദൈവകരവുമുണ്ട്, പിശാചിൻ്റെ കരവുമുണ്ട്. ആ കരത്തെയാണ് 1ാമത്തെ കാര്യമായി ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ മുമ്പേ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 2ാമത്തേത് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിന്, നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെയും മനസ്സ് തണുക്കേണ്ടതിന് സന്തോഷത്തോടെ പ്രസാദത്തോടെ നമ്മൾ സന്തുഷ്ടരായി ഇരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടേണം. പ്രാർത്ഥനയിൽ പോരാടേണം. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. 1, കരം, നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന കരം ഏതാണെന്ന് നാം മനസ്സിലാക്കണം. 2ാമത്തേത് നമുക്ക് മനസ്സ് തണുക്കുവാൻ നാം എന്തു ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ മനസ്സ് തണുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. 3ാമത്തേത് സന്തോഷം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞാനായാലും നിങ്ങളായാലും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം എന്നുള്ളത്. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കുവാൻ പോകുന്നത്. അതിനായി നാം ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നാം ചെയ്യേണ്ടതായ പ്രധാനമായ ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ പോരാടുക. അതിന് നാം ആരെയാണ് റോൾ മോഡലായി കാണേണ്ടത്? നമ്മുടെ മറ്റാരുമല്ല, നമ്മുടെ യേശു കർത്താവിനെ തന്നെയാണ് പ്രാർത്ഥനയുടെ റോൾ മോഡലായി കാണേണ്ടത്. കർത്താവ് ക്രൂശ് മരണത്തിന് ഏൽപ്പിക്കുന്നതിന് മുമ്പായി ഗദശമനയിൽ കടന്നു ചെന്ന് ശിഷ്യന്മാരുമൊത്ത് പോയിട്ട് ശിഷ്യന്മാരെ അവിടെ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചിട്ട് ആ രാത്രി യേശു എവിടേക്ക് കടന്നുപോയി? മലയുടെ മുകളിലേക്ക് കടന്നുപോയി. ഒറ്റയ്ക്ക് ഇരുന്ന് അർദ്ധരാത്രി പ്രാർത്ഥിച്ചു. ആ രാത്രിയുള്ള പ്രാർത്ഥന ഏറ്റവും വലിയ അനുഗ്രഹമായ പ്രാർത്ഥനയാണ്. നാം പിശാചിനോട് എതിർത്തു നിൽക്കണമെങ്കിൽ രാത്രിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഉറക്കത്തെ മാറ്റിവെച്ചിട്ട്, പൂർണ്ണമായും ഉറക്കത്തെ മാറ്റി വെക്കണമെന്നല്ല,
അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന, ഏകദേശം 11:30 മണി തൊട്ട് 1 മണി വരെയുള്ള സമയം നാം ദൈവവുമായി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പിശാചിനെ എതിർത്തു നിൽക്കുവാൻ തക്കവണ്ണമുള്ള ആ അഭിഷേകത്തിൻ്റെ ശക്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുവാൻ ഇടയാകും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്നതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാകും. ഞാൻ അത് വളരെ അധികം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആരോടും അത് പറഞ്ഞാൽ നടക്കുകയില്ല, അതിനൊരു പരിഹാരം ലഭിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നതായ ആ സമയത്ത് ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആ പ്രശ്നത്തിന് പരിഹാരത്തെ തരുകയും, ഞാൻ പറഞ്ഞതായ മനം തണുക്കേണ്ടതിന് ഒരു വാക്യം പറഞ്ഞു, മനം തണുക്കേണ്ടതിന്, നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുവാൻ ഇടയായി തീരും. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. ഏത് ലോകത്ത് നോക്കിയാലും, ഏത് ജീവിത മാർഗത്തിൽ നോക്കിയാലും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, കുടിലിൽ കിടക്കുന്നവനാകട്ടെ കൊട്ടാരത്തിൽ കിടക്കുന്നവനാകട്ടെ, സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ദൈവവേലക്കാരാണെങ്കിലും അവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമിയിൽ കാണപ്പെടുകയില്ല. അപ്പോൾ അവർ ആരുടെ മുമ്പിൽ കടന്നു ചെല്ലും? ദൈവസന്നിധിയിൽ. ദൈവത്തോട് തൻ്റെ വേദനയും പ്രയാസങ്ങളും നാം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ തണുപ്പിക്കുവാൻ, നാം ഹൃദയം നുറുങ്ങി പ്രയാസപ്പെട്ട് ഇരിക്കുന്ന മേഖലകളിൽ ദൈവം ഇറങ്ങി വന്ന് നമ്മെ തണുപ്പിക്കുവാൻ ഇടയായിത്തീരും. അതാണ് മനം തണുപ്പിക്കുക. എങ്ങനെയാണ് ആ മനം തണുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥനയിൽ പോരാടുക. പ്രാർത്ഥനയിൽ പോരാടുന്നതാണ് അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന. അർദ്ധരാത്രിയുള്ള പ്രാർത്ഥനയിൽ മാത്രമേ പിശാചിനുമായി പോരാടി ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തു തന്നെ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നത്. നമുക്ക് മറ്റാരെയും മാതൃകയാക്കി നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്തു ആയിരിക്കണം എപ്പോഴും നമ്മുടെ റോൾ മോഡൽ. നമ്മുടെ ജീവിതത്തിൽ നാം ആരോട് എന്ത് ഇടപെടുന്നതായാലും നാം ക്രിസ്തു എങ്ങനെയാണോ മറ്റുള്ളവരുമായി ഇടപെട്ടത്, മറ്റുള്ളവരുമായി ജീവിതം പങ്കിട്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം മറ്റുള്ളവരോടും ഇടപെടേണ്ടത്. നാം എപ്പോഴും ക്രിസ്തുവിനെ റോൾ മോഡൽ ആക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഇതിന് ഒരു മുട്ടും വരികയില്ല. ക്രിസ്തു എപ്പോഴും അർദ്ധരാത്രിയും അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ, ആ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകളെല്ലാം എപ്പോഴും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരും. ആരാലും ജയിക്കുവാൻ പറ്റാത്ത പല ദൈവദാസന്മാർ വിചാരിച്ചിട്ടും, അനേകം ദൈവവേലക്കാർ വിചാരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നും വിടുതൽ കിട്ടാത്തതായ പല പ്രശ്നങ്ങൾക്കും വിടുതൽ ലഭിക്കുവാൻ അർദ്ധരാത്രിയുള്ള പ്രാർത്ഥനയ്ക്ക് ഇടയായിത്തീരും. രാത്രി സഞ്ചരിക്കുന്ന ഒരു സംഹാരത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു. ആ സംഹാരകനാണ് പിശാച്. പിശാചിൻ്റെ 4 മേഖലകളുണ്ട്. അതിലൊന്നാണ് രാത്രി സഞ്ചരിക്കുന്ന സംഹാരം എന്നത്. രാത്രിയാണ്. നിങ്ങൾ കേൾക്കാറില്ലേ, രാത്രി ആണ് പല ആത്മഹത്യകളും സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? ആ സംഹാരകൻ അവരുടെ ജീവിതത്തിലേക്ക് കയറുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ പകലല്ലല്ലോ കൂടുതലും ആത്മഹത്യകളൊന്നും നടക്കുന്നത്, രാത്രിയാണ് നടക്കുന്നത്. കാരണം ആരും അറിയാത്ത സമയത്ത്, നിശ്ചലമായിരിക്കുന്ന സമയത്ത്, നിശബ്ദമായിരിക്കുന്ന സമയത്ത് ആണല്ലോ അത് സംഭവിക്കുന്നത്. മറ്റാരും അറിയില്ല. ഭവനത്തിൽ തൊട്ടടുത്ത് കിടന്നതായ വ്യക്തി പോലും ആ വ്യക്തി മരിച്ചത് അറിയത്തില്ല. രാവിലെ ആകുമ്പോഴാണ് അറിയുന്നത്. എന്തുകൊണ്ട്? ഈ പിശാചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പിശാച് കൊണ്ടിടുന്നതായ പ്രശ്നങ്ങളെ ജയിക്കണമെങ്കിൽ, നമ്മുടെ മനസ്സിനെ തകർക്കുവാൻ, നമ്മെ വിഭ്രാന്തിയിലേക്ക് കൊണ്ടിട്ട്, ഡിപ്രഷനിലേക്ക് കൊണ്ടിട്ട് തകർക്കുവാൻ നോക്കുന്ന ആ പിശാചിനെ നമുക്ക് ജയിക്കണമെങ്കിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണം?
രാത്രിയിൽ തന്നെ പ്രാർത്ഥിക്കണം. രാത്രിയിൽ നിശബ്ദതയുടെ സമയത്ത് ദൈവത്തോട് അന്യഭാഷ ഇല്ലാത്ത അനേകം മക്കളുണ്ടാകും. അതിനെക്കൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സ്തോത്രത്തോടെ, സ്തുതിയോടെ, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്, ഈ 3 വാക്കും ആർക്കും പറയാൻ സാധിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഹല്ലേലൂയ എന്ന വാക്കിനെ ആയാലും സ്തോത്രത്തെ ആണെങ്കിലും സ്തുതിയെ ആണെങ്കിലും പിശാച് വിറയ്ക്കും. യേശുവിൻ്റെ നാമത്തിൽ നാം അതെല്ലാം ചെയ്യുമ്പോൾ പിശാച് വിറയ്ക്കുവാൻ ഇടയാകും. പിശാച് തീർച്ചയായും വിറയ്ക്കുന്ന ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമമാണ്. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ, അർദ്ധരാത്രി പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തികളെ തകർത്തുകൊണ്ട് നമുക്ക് ജയിച്ച് മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ ആ കൃപയും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീരും. അങ്ങനെ നമുക്ക് രാത്രി പ്രാർത്ഥിച്ച് പോരാടിക്കൊണ്ട് അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരുന്ന നിലയിൽ നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന രീതിയിൽ ദൈവമാക്കി തീരും. മനസ്സ് തണുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നമുക്ക് ലഭിക്കും. പ്രശ്നങ്ങൾ മാറി കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കും. അപ്പോൾ സന്തോഷം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് തണുക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? നാം പ്രാർത്ഥനയിൽ പോരാടണം. എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്ന വ്യക്തി ജീവിതങ്ങളായി നാം ഓരോരുത്തരും മാറുകയാണെങ്കിൽ തീർച്ചയായും ഒരു പൈശാചിക ശക്തികൾക്കോ ഒരു മാനുഷിക കരങ്ങൾക്കോ ഒന്നും നമ്മെ തകർക്കുവാനും നമ്മെ നശിപ്പിക്കുവാനും ഇടയാകുകയില്ല. നാം സമൃദ്ധിയായി അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ പിശാച് നോക്കുമ്പോൾ നമ്മെ നോക്കി അവൻ പല്ല് കടിക്കുന്ന രീതിയിൽ, നമ്മെ നോക്കി അതിശയിക്കുന്ന രീതിയിൽ, നമുക്കെതിരായി നിന്ന വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിൽ തന്നെ നമ്മെ ഒരു ആശ്ചര്യമാക്കി മാറ്റുന്ന രീതിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനും മാനിക്കുവാനും ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും അതൊന്നും നമ്മെ തളർത്തുവാതെ, നമ്മെ താളടിയാക്കാതെ, നമ്മെ തകർക്കാതെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ആ ദൈവകരത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മെ നശിപ്പിക്കാതെ കൊണ്ടുപോകുന്ന, നമ്മെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് ദൈവകരം. നമ്മുടെ അടുത്തേക്ക് വരുന്നത് ആര്? നമ്മുടെ അടുത്തേക്ക്, അതാണ് ഒന്ന് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ കരവുമുണ്ട്, പിശാചിൻ്റെ കരവുമുണ്ട്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? അത് ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന വ്യക്തി ആര്? അത് പൈശാചിക ശക്തിയിൽ ആയ വ്യക്തിയാണോ? പിശാചാണോ അവരെ കൊണ്ടുവരുന്നത്? അതോ ദൈവമാണോ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളോട് ഇടപെടുന്ന വ്യക്തി ദൈവഹിതമുള്ള വ്യക്തിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ അടുത്തോട്ട് വരുന്ന കരം ആരാണ്? യേശുവിൻ്റെ കരമാണോ പൈശാചിക ശക്തിയുടെ കരമാണോ എന്ന്. പലരും ചിന്തിക്കും, ആ വ്യക്തി ഇങ്ങനെ ചെയ്തു, ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു. നമ്മൾ ആ വ്യക്തികളെ നാം ചിന്തിക്കേണ്ട. ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നവൻ ആരെന്നാണ് നാം ചിന്തിക്കേണ്ടത്. അതിനോടാണ് നാം എതിർക്കേണ്ടത്. അല്ലാതെ ആ വ്യക്തിയെ നാം എതിർക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയെ നാം സ്നേഹിക്കണം. നാം യേശുവിനെ കണ്ടിട്ടില്ലേ? യേശുവിനെ എതിർത്ത വ്യക്തികളെ യേശു സ്നേഹിക്കുകയാണ് ചെയ്തത്. യേശു അവർ നശിക്കുവാൻ ആഗ്രഹിച്ചിട്ടില്ല. അവരെ നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടില്ല. യേശുവിനെ വേദനിപ്പിച്ച വ്യക്തി ജീവിതങ്ങളെയും യേശു ചേർത്തു പിടിക്കുകയും അവരിലുള്ള പൈശാചിക ശക്തിയെ തകർക്കുവാൻ അത്രേ യേശു മുന്നോട്ട് കടന്നു വന്നത്. അപ്പോൾ നാമും അത് മനസ്സിലാക്കാം. നമുക്കെതിരായി കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങൾ പൈശാചിക ശക്തികളിലൂടെയാണ് കടന്നു വരുന്നത്. അവരിലുള്ള പിശാചിനെയാണ് നാം വെല്ലുവിളിക്കേണ്ടത്. അപ്പോൾ അത് തകർക്കുവാൻ നാം എന്തു ചെയ്യണം?
പ്രാർത്ഥനയിൽ പോരാടാൻ. അല്ലാതെ ആ വ്യക്തിയോട് നാം യുദ്ധം ചെയ്തിട്ടോ ആ വ്യക്തിയോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമുണ്ടാകുകയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് നമുക്ക് പ്രശ്നങ്ങൾ കൂടുവാനിടയായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെയാവും, നമ്മുടെ മനസ്സിന് ശാന്തി ഇല്ലാതെയാവും, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. പക്ഷേ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ആ പൈശാചിക ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് പോരാടി ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയാകും, ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയാകും. ദൈവത്തെ എപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡലായി എടുക്കേണ്ടത് യേശു ക്രിസ്തുവിനെ ആയിരിക്കണം. യേശു ക്രിസ്തു ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡൽ. യേശു ക്രിസ്തുവിനെ റോൾ മോഡലാക്കി മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി ജീവിതവും നശിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അവർക്ക് പോരാട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്നല്ല. അത് എന്തുകൊണ്ട്? ദൈവത്തോട് അടുക്കുന്നതിനനുസരിച്ച് പിശാച് തകർക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കുവാനുള്ള കൃപ ആര് തരും? കർത്താവ് തരും. കർത്താവ് തരുന്നതിനനുസരിച്ച് നാം അത് മനസ്സിലാക്കി ആ വ്യക്തിയുമായി യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ അകന്നു നിൽക്കുവാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ചിലരെ നാം അകറ്റി നിർത്തുക, പക്ഷെ അവരോട് പിണങ്ങേണ്ട ആവശ്യമില്ല, അവരോട് വൈരാഗ്യം വെക്കേണ്ട ആവശ്യമില്ല. അവരെ അകറ്റി മാത്രം നിർത്തുക, പക്ഷെ അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക. അവരിൽ പ്രവർത്തിക്കുന്നതായ ആ പൈശാചിക ശക്തി തകർന്നിട്ട് അവരും അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ, അവരെ മാനസാന്തരപ്പെടുത്തുവാനായി നാം പ്രാർത്ഥിക്കുക. ദൈവമക്കളാണോ മറ്റുള്ളവരുടെ മാനസാന്തരം അത്രേ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇതിലെ പ്രധാനമായ കാര്യം മറ്റൊന്നുമല്ല, അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന. നാം ഏറ്റവും കൂടുതൽ അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന നാം ശക്തിപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സകലതയും അതിജീവിക്കുവാനുള്ള കൃപ ദൈവം തരും. ഞാൻ അനുഭവത്തിലൂടെ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അനുഭവമില്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുവാൻ ശ്രമിക്കാറില്ല. ഞാൻ ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചില പ്രശ്നങ്ങൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ രാത്രിയുടെ ആമങ്ങളിൽ ഇരുന്ന് അന്യഭാഷ മാത്രമേ പറയത്തുള്ളൂ, മറ്റൊന്നും ഞാൻ പറയത്തില്ല. അന്യഭാഷയിൽ ദൈവസന്നിധിയിൽ ആരാധിക്കും. അങ്ങനെ ആരാധിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സ് എൻ്റെ ആ വേദനയും പ്രയാസവും എല്ലാം ശാന്തമായി ഞാൻ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇന്നലെ ആയിരുന്ന വ്യക്തിയാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ തന്നെ എന്നെ ദൈവം അത്ഭുതമാക്കി മാറ്റാറുണ്ട്. എനിക്ക് ആ രീതിയിൽ ആയിത്തീരുവാൻ ദൈവം എന്നെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അർദ്ധരാത്രിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, ആ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരത്തെ തരും. പ്രശ്നം മാറുമെന്നല്ല, നമുക്ക് സമാധാനവും സന്തോഷവും ശാന്തിയും തരും. നമ്മുടെ പിശാച് നോക്കുന്നത് നമ്മുടെ ശാന്തി നശിപ്പിക്കുവാൻ, നമ്മുടെ സമാധാനം നശിപ്പിക്കുവാൻ, നമ്മളെ തകർക്കുവാൻ, നമ്മുടെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ. അതിന് പിശാചിന് ഇടവരികയില്ല. അപ്പോൾ അവിടെ പിശാചിന് തോറ്റു കൊടുക്കാതെ നാം ജയിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പിശാചിന് നമ്മെ ജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കടന്നു വരുവാൻ ഇടയാകും. അതുകൊണ്ട് അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളിലും ആരാണ് നിങ്ങളുടെ മുമ്പേ കടന്നു വരുന്നത്, ദൈവികമാണോ പൈശാചികമാണോ, അതുമാത്രവുമല്ല നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് മനസ്സമാധാനം, അത് എല്ലാം ലഭിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ അർദ്ധരാത്രിയുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും ഈ വചന ശുശ്രൂഷ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വചന ശുശ്രൂഷയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു നിമിഷം അതിൻ്റെ അനുഗ്രഹത്തിനായി ഒരു നിമിഷം തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ സത്യദൈവമേ കർത്താവെ, അങ്ങ് വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണല്ലോ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഈ കേട്ടതായ വചനം കർത്താവെ അവരുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്നെ കേട്ടുകൊണ്ടിരുന്ന പലർക്കും കർത്താവെ എങ്ങനെ പോരാടി ജയിക്കണമെന്ന് അറിയില്ലായിരുന്നു കർത്താവെ. ഈ വചനത്തിലൂടെ കർത്താവ് അവർക്ക് അങ്ങ് മനസ്സിലാക്കി കൊടുത്ത് മാനിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരുടെ ജീവിതത്തിൽ കർത്താവെ അവരുടെ വിടുതലിന് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ രാത്രിയുടെ യാമങ്ങളിലുള്ള പ്രാർത്ഥന അവർക്ക് ശക്തിപ്പെടുത്തുവാൻ കർത്താവെ അവർക്ക് ആരംഭിക്കുവാൻ കർത്താവെ ഹല്ലേലൂയ അതിനായി അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസം മുതൽ കർത്താവെ ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവരുടെ ഓരോ വിഷയങ്ങളും അവർ കർത്താവെ പോരാടി ജയിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം അവർ അനുഭവിക്കുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പച്ച. അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു ചേഞ്ച് കർത്താവ് കൊടുത്ത് കർത്താവെ അവരെ മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെ നിന്ന് പ്രശ്നത്തിന് പരിഹാരം ലഭിക്കും, എവിടെ നിന്ന് ഞങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്ന് ചിന്തിച്ച വ്യക്തി ജീവിതങ്ങൾക്ക് മറ്റൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. അവരുടെ പ്രാർത്ഥനാ സ്ഥലത്തു തന്നെ ആയിരുന്നു കൊണ്ട് അർദ്ധരാത്രിയിൽ അപ്പൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പോരാടി ജയിച്ചു വന്നാൽ ഹല്ലേലൂയ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തെ ലഭിക്കുമെന്ന് അങ്ങ് സംസാരിച്ചത് അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ അപ്പാ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളുടെ മേലും ആ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ അങ്ങ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓ ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടി ജയിക്കുവാൻ തക്കവണ്ണമുള്ള ആ അഭിഷേകത്തെ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും വചനവുമായി നിങ്ങളുടെ മുമ്പേ കടന്നു വരുവാൻ, പുതിയ ഒരു വിഷയവുമായി നിങ്ങളുടെ മുമ്പേ കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പുതിയ വിഷയവും നിങ്ങൾക്ക് കൂടുതൽ ആത്മീകമായി വളരുവാൻ, ആത്മീകമായി വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കേട്ടതായ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളുടെ പരിചയത്തിലുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത് നിങ്ങൾ പ്രാപിച്ചതായ ആ അനുഗ്രഹം മറ്റുള്ളവരും പ്രാപിക്കുവാനായി അതിലൂടെ നിങ്ങൾക്കും സുവിശേഷ വേലയിൽ പങ്കുചേരുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങളും യേശുവിൻ്റെ സാക്ഷികളായി മാറുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കും. അങ്ങനെ നിങ്ങൾ ഈ വചന ശുശ്രൂഷ മറ്റുള്ള വ്യക്തികളിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പങ്കാളികളായി വേലക്കാരായി മാറുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കാണാം.